എന്തേ രണ്ടുപേരും ഡാഡിക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളുണ്ട് അല്ലേ? ഒരാള് ബംഗാളിന്നും ഒരാള് കേരളത്തിന്നും. നല്ല മാച്ചാണ് രണ്ടുപേരുമോ? ഡാഡിക്ക് പറ്റിയ ആളാ സൗരവ് എനിക്ക് പറ്റിയ അല്ലേ? ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് ആക്ച്വലി ചൈനയില് ഭയങ്കര വിൻഡ് മോർണിംഗ് ആണ്. അവര് ആക്ച്വലി ഇത് ലിറ്ററലി പറയാണ്, അവര് പറഞ്ഞിരിക്കുക 50 കിലോന്റെ താഴെ ഉള്ളവര് വെളിയിൽ ഇറങ്ങരുത്, പറന്നു പോകാൻ സാധ്യതയുണ്ടെന്ന്. അതിനെ കൊണ്ട് കംപ്ലീറ്റ് സോഷ്യൽ മീഡിയയിൽ മീമാണ്, വേദമൊക്കെ പറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ലിറ്ററലി ഇതിന്റെ ന്യൂസ് ഇറ്റ് കെയിം. എനിക്ക് കുറെ സബ്സ്ക്രൈബേഴ്സ് അയച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അത് ആ ബീജിംഗ് ആ സൈഡിലേക്കാണ്, എന്തോ ഒരു കോൾഡ് വേവ് മംഗോളിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. സോ ഇന്ന് ഇവിടെ ഭയങ്കര വിൻഡി ആയിരുന്നു ഷാങ്ഹായ്. ഇറ്റ് ഇസ് വെരി കോൾഡ് ഓൾസോ. അപ്പൊ എല്ലാവരും റൂമിലിരിക്കുമായിരുന്നു. ഞങ്ങൾക്ക് ആക്ച്വലി ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബറിനെ കാണാൻ പോകുന്നുണ്ട്. എന്താ കാര്യം എന്നൊക്കെ പിന്നെ പറയാം, പക്ഷെ കാണാൻ പോകുന്നുണ്ട്. അപ്പൊ എല്ലാവരോടും റൂമിലിരുന്ന് ഞാൻ ഒന്ന് കറങ്ങിയിട്ടിരിക്കാന്ന് വിചാരിച്ചു. ഞാൻ ജസ്റ്റ് ഒരു കഫേ പോയി എന്തെങ്കിലും ലാസ്റ്റ് ഡേ ആണ് ഷാങ്ഹായിൽ കഴിക്കാന്ന് വിചാരിച്ച. അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി ഞാൻ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോയതാണ്. ഫുഡ് കഴിച്ചില്ലേ, ഒരു നൂഡിൽസ് എന്തോ വാങ്ങി കഴിച്ചുള്ളൂ. ഏകദേശം 20,000 രൂപ സ്പെൻഡ് ആയിട്ട് ഒരു കാര്യമില്ലാതെ പോയതാണ്, മനസ്സിലായോ? അപ്പൊ ഇത് എന്താ വാങ്ങിയത് കാണിച്ചു തരാം. അതിനു മുമ്പ് ഞാൻ ഒരു അഡിഡാസിന്റെ ഒരു പോൾ ഇട്ടായിരുന്നേ. സോ ഇത് ചൈനയ്ക്ക് വേണ്ടി മാത്രം കുറെ അഡിഡാസും നൈക്കീസിന്റെ എക്സ്ക്ലൂസീവ് മോഡൽസ് ഉണ്ട്. അതിന്റെ വളരെ ലേറ്റസ്റ്റ് ജസ്റ്റ് ബ്രാൻഡ് ന്യൂ റിലീസ്ഡ് ആയ ഇവരുടെ XLG ഡീലക്സ് റണ്ണേഴ്സ് പറഞ്ഞ ഷൂസ് ഉണ്ട്. അതിന്റെ മ്യൂൾസ് ആണ്. സോ ആക്ച്വലി ഇറ്റ്സ് ലൈക്ക് എ സ്ലിപ്പ് ഓൺസ്. ഹ്യൂജ് ആണ്. ഇറ്റ്സ് ലൈക്ക് എ പീസ് ഓഫ് ആർട്ട്. ഐ ലവ് ദീസ് ഷൂസ്. ബലൻസിയാഗയുടെ ഒരു മോഡൽസ് ആണ്. സോ ഇത് ഞാൻ നേരത്തെ ഒരെണ്ണം വാങ്ങിയായിരുന്നു, പക്ഷെ ഇന്ന് ഞാൻ പൈസ സ്പെൻഡ് ചെയ്ത് എന്തിനാന്ന് പറയാം. സോ ഫസ്റ്റ്ലി ഒരു ഷോർട്സ് വാങ്ങി, സ്കെച്ചേഴ്സിന്റെ ഷോർട്സ് വിച്ച് ഇസ് വെരി കംഫർട്ടബിൾ. പിന്നെ ഒരു സ്കെച്ചേഴ്സിന്റെ ഒരു പിങ്ക് കളർ, ഒരു മെട്രോ സെക്ഷൻ ലുക്ക് വരാനായിട്ട് ഒരു പിങ്ക് കളർ ഹുഡി വാങ്ങി. ഇതൊന്നും വലിയ റേറ്റ് ഇല്ല. പൈസ പോയ എവിടെയാണെന്ന് കാണിച്ചു തരാം. ഇത് കുറച്ച് പൈസ പോയി. ഇത് ഒരു ബോംബർ ജാക്കറ്റ് ആണ്. ഐ ലവ് ദീസ്. ഇത് ഒരു സ്പാനിഷ് കമ്പനിയാണ്. സോ ഇത് ഒരെണ്ണം വാങ്ങി. ഐ തിങ്ക് ഇറ്റ് ഇസ് വെരി സ്റ്റൈലിഷ്. സോ ഇത് ഒരെണ്ണം വാങ്ങിയത് കുറച്ച് എക്സ്പെൻസീവ് ആയി പോയ. സോ ദിസ് ഇസ് വൺ ഡ്രസ് വിച്ച് ഐ ബോട്ട്. കൊള്ളാവോ നിങ്ങൾ പറയണ? പിന്നെ ഇതിന്റെ കൂടെ പ്രിയയ്ക്കും ഒരു ജാക്കറ്റ് ഞാൻ വാങ്ങിയായിരുന്നു അവിടുന്ന്. അതും സെയിം ഒരു സ്പാനിഷ് കമ്പനിയാണ്, കെൽമി എന്ന് പറയുന്ന. സ്പെയിനിലുള്ളവർക്ക് അറിയായിരിക്കും. ഒരു കുറച്ചൊരു ഹൈ എൻഡ് ബ്രാൻഡ് ആണ്. ബട്ട് യു ഗെറ്റിംഗ് ഇറ്റ് ഇൻ ഹ്യൂജ് ഡിസ്കൗണ്ട്സ് ഓവർ ഹിയർ. സോ ഇതൊരു വെൽവെറ്റ് ടൈപ്പ് മെറ്റീരിയൽ ആണ്. ആൻഡ് പിന്നെ ഒരു UV പ്രൂഫ് ആയിട്ടുള്ള പാൻസ് വാങ്ങി. ഇതിൽ എന്റെ ജാക്കറ്റും പ്രിയയുടെ ജാക്കറ്റും മാത്രമേ കുറച്ച് എക്സ്പെൻസീവ്. പക്ഷെ അത്യാവശ്യം പൈസ പോയത് മമ്മിക്ക് ഒരു സ്ലിപ്പ് ഓൺസ് വേണം എന്ന് പറഞ്ഞായിരുന്നു. സോ സ്കെച്ചേഴ്സിന്റെ കുനിയാതെ ഇടാൻ പറ്റിയ ഒരു സ്ലിപ്പ് ഓൺ ഷൂസ് എനിക്കുണ്ട്. ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് പണ്ട് എന്റെ വ്ളോഗ്സിലൊക്കെ. സോ ഇത് മമ്മിക്ക് ഒരെണ്ണം വാങ്ങി. ഗുഡ് കളർ, കറക്റ്റ് സൈസ് ഒക്കെ കിട്ടി. സാധാരണ ഇതൊന്നും ഓഫേഴ്സിൽ കിട്ടാത്ത ഒരു സംഭവം. പിന്നെ അടുത്ത വേദു നോക്കുന്നുണ്ട്. വേദുവിന് കാപ്പയുടെ ഒരു ചങ്കി ഷൂസ്. നോക്കാതെ ഇതൊക്കെ എനിക്കൊന്ന് അധികം കോമൺ അല്ല കേട്ടോ. ഇങ്ങനത്തെ ഷൂസ് ഒന്നും അധികം കോമൺ അല്ല. സോ ഐ ഫൗണ്ട് ഇസ് വെരി ചങ്കി ആൻഡ് വെരി എന്താ ഒരു വളരെ ഒരു മോഡേൺ ലുക്ക് ആയിട്ടുള്ള ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. കാപ്പ ഇവിടെ ഭയങ്കര പോപ്പുലർ, കാപ്പ ആൻഡ് ഫില. സോ ഇതൊരെണ്ണം വാങ്ങി. ഇത് രണ്ടും അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. പിന്നെ ലാസ്റ്റ് ഇത് കുറച്ചു പേർക്ക് അറിയായിരിക്കും, US-ലുള്ളവർക്ക് ഡിക്കീസ് എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു USA-ൽ വരുന്ന ബ്രാൻഡാണ്. സോ പ്രിയക്ക് ആക്ച്വലി ഷൂസ് ടൈറ്റാന്ന് പറഞ്ഞു. പിന്നെ കാലൊക്കെ കുറച്ച് നീര് പോലൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ഷൂ ടൈറ്റ് ആയതുണ്ട്. സോ ഐ തോട്ട് ഐ ബൈ ദീ ഷൂസ്. ഇത് ആക്ച്വലി സ്ലിപ്പ് ഓൺസ് പോലത്തെ ഷൂസ് ആണ്. സോ US ബ്രാൻഡ് ആണ്. ഇത് റഗ്ഗഡും ആണ്, കംഫർട്ടബിളും ആണ്, ബട്ട് സ്റ്റൈലിഷ് അല്ലായിരുന്നു. പക്ഷെ ഇവരുടെ പുതിയ കളക്ഷൻ അത് ചൈനയ്ക്ക് മാത്രമാണ് വരിക. നല്ല കിഡിലൻ സ്റ്റൈലിഷ് ആയിട്ടുള്ള
മ്യൂൾസും വാങ്ങിയിട്ടുണ്ട്. സോ ഇത്രയും ഷൂസും ഈ ജാക്കറ്റും കൂടെ വാങ്ങിയതാണ് നമ്മുടെ ബഡ്ജറ്റ് കുറച്ച് ഓവറായി പോയത്. മര്യാദയ്ക്ക് ഒരു നൂഡിൽസ് കഴിക്കാൻ പോയ ആളാണ്. സോ ഈ ഷൂസും ഇതെല്ലാം കൂടെ വാങ്ങി ലാസ്റ്റ് കാണുമ്പോൾ ആസ് യൂഷ്വൽ ഒരു 4 പെയർ സോക്സും കൂടെ വാങ്ങി രാവിലെ വെറുതെ 10,000-20,000 രൂപ കൊണ്ടേ കളഞ്ഞു. ഇനി ഇതൊക്കെ പാക്ക് ചെയ്ത് റെഡിയായി ആരതിയുടെ വീട്ടിലേക്ക് വിടാം. അതാണ് നമ്മുടെ സബ്സ്ക്രൈബർ. ഒരു കാര്യം അറിയോ, ഞാൻ പ്രിയനോട് പറഞ്ഞു, മമ്മി ഇവിടെ കാറ്റുണ്ടെന്ന് പറഞ്ഞില്ലേ, ബീജിങ്ങില്ലേ, നമ്മളിനി അടുത്തതല്ല, ഞാൻ കുറച്ച് ദൂരം കഴിഞ്ഞ് പോകുന്ന സ്ഥലം, ബീജിങ്ങിൽ വാർണിംഗ് ആണ് 50 കിലോന്റെ കള്ളത്തരമല്ല, ന്യൂസിലുണ്ട്, പ്രിയനെ കാണിച്ചു കൊടുത്തേ, 50 കിലോന്റെ താഴെ ഉള്ളവർ പറന്നു പോവും വീട്ടിൽ പോയിക്കോളാൻ. അത്രയും കാറ്റാണ്. സോഷ്യൽ മീഡിയ കളിയാക്കുക. നന്നായില്ല, ഇപ്പൊ ഞാൻ തടിയനെ വിളിച്ച് കളിയാക്കിയതല്ലേ, തടിയന്മാർ ഇനി പറന്നു പോവില്ല, നിങ്ങളൊക്കെ ആയിരിക്കും പറന്നു പോകുന്നതൊക്കെ പറഞ്ഞ് ചൈനയിൽ ഭയങ്കര കളിയാക്കില്ല. പക്ഷെ അതിന്റെ 10-1 കാറ്റ് പോലും ഇവിടെ ഇല്ല. അപ്പൊ അവിടുത്തെ കാറ്റ് ആലോചിച്ച് നോക്ക്. ഏയ് അവർക്ക് കുഴപ്പമില്ല. പട്ടി പൂച്ചയൊക്കെ പറഞ്ഞു നോക്കിയപ്പോ എയറിൽ പട്ടിയും പൂച്ചയൊക്കെ ആയിരിക്കും. ആ ഒരു കവറൊക്കെ ഫ്ലൈ ചെയ്തില്ലേ? ആ വേദുവിന് 19 കിലോ ഉള്ളു. ആ വേദു ആയിരിക്കും ആദ്യമേ പറന്നു പോന്നെ. ദേ മമ്മി, ഇതിനല്ല കാറ്റിന്റെ കാര്യം പറയാൻ വിളിച്ചതാ. ഇത് കൂടുതൽ തരുതേ ഉള്ളൂ. ഇത് എങ്ങനെയാന്നറിയോ, ഷൂലേസ് ഒന്നും ഊരണ്ട, ഭംഗിയായിട്ട് കെട്ടി വെക്കുക, കുനിയണ്ട, ഊരാനും ഇടാനും കുനിയേണ്ട ആവശ്യമില്ല. അറിയോ, സ്ലിപ്പ് ഓൺസ് ആണ്. ആ സ്ലിപ്പ് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കൊന്നും വേണ്ട, വെറുതെ നിക്കുക. കാണിച്ചു തരാം. സോക്സ് ഒന്നും വേണ്ട, ഇതില് ഇടുക. ഇനി ആ കാല് ബാക്കി ചവിട്ട്, ഷൂസിന്റെ ബാക്കി ചവിട്ടി ഊരുക. ഇതാണ് ഷൂസ്. താങ്ക് യു, വെൽക്കം. ഇന്ന് അതൊന്നും ഇല്ല. ആ അന്ന് ഒരു 1 ലക്ഷം രൂപ എഴുതി തന്നേക്കൊക്കെ, പൈസക്ക് കുറച്ച് അത്യാവശ്യമുള്ള ടൈമാ. ആ അതാണ് എന്റെ ഉണ്ട് ഇതുപോലത്തെ 2 ഡെയിലി ഇടാനും ഊരാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. ഷൂ ഷോപ്പ് അല്ല, ഡിസ്കൗണ്ട് ഷോപ്പ്. ഞാൻ നൂഡിൽസ് ഷോപ്പിൽ പോയതാ, കിട്ടിയത് ഇതാ, നൂഡിൽസ് കിട്ടിയില്ല. ഓ അത് വെറുതെ കവറാ. ഡാഡിക്ക് ഒന്നും വാങ്ങാത്തെങ്കിലേ ഡാഡി മുഖമൊക്കെ ഇറുപ്പിച്ചിരിക്കും ഇതേ ഷോപ്പില്. പക്ഷെ അതല്ലല്ലോ, ഇത് ഇടാനും ഊരാനും ഫ്ലൈറ്റിൽ ഊരാനും എപ്പോ വേണമെങ്കിലും ഇടാൻ. പിന്നെ സ്കെച്ചേഴ്സിന്റെ വാക്കിംഗ് ഷൂവും കൂടെയാണ്. നാളെ നമ്മൾ പോകുന്നത് ഭയങ്കര ഹോട്ടലിലാ. തണുപ്പുണ്ടോന്ന് നോക്കാം, കാറ്റുണ്ടോന്ന്. ബാ ബാ പറന്നു പോന്ന് നോക്കാം. ബാ ബാ പറയാ, വലിയ കാറ്റൊന്നും കാണില്ല. ഇതിപ്പം ഈ മാസമായില്ലേ, എന്താ എന്തൊക്കെയാണ് കുലുങ്ങുന്നത്? ഏയ് തണുപ്പില്ല. വാ ഒന്ന് വാ വെളിയിലേക്ക്, എന്നാലല്ലേ അറിയുള്ളൂ. ഓ എന്തോ പിന്നെ ഓ പിന്നെ ഓ വേദു ഇപ്പൊ പറഞ്ഞു, വേദു വിറയ്ക്കുന്നുണ്ട് കേട്ടോ അകത്ത്, അവര് കാണിക്കാൻ വയ്യ. എന്താ വലിയ കുഴപ്പമൊന്നുമില്ല. ഇതെന്താ പിന്നെ എന്താ ഒന്നും ഇട്ടിട്ടില്ല. അത് ഡാഡിയാ സ്ലീവ്ലെസ് ഷർട്ട് ഇട്ടുണ്ടോ വരുന്നത്, ഹാഫ് സ്ലീവ്. വലിയ തണുപ്പൊന്നുമില്ല പറയാ. കണ്ട മമ്മി ഓക്കെയാ, തെർമൽസ് കൊണ്ടുവന്നു. ഡാഡി എടുത്തില്ല. എനിക്കൊന്ന് ഈ അപ്പാർട്ട്മെന്റ് നോക്കി, ഇവര് സൂട്ടും കൂട്ടൊക്കെ ഇട്ടാണല്ലോ ഇവിടുത്തെ വാച്ച്മാൻമാർ തന്നെ നിൽക്കുന്നത്. ഫുൾ സെക്യൂരിറ്റി ആണ്, ബ്യൂട്ടിഫുള്ളി മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ്. പക്ഷെ ഒരു മെഗാ കോംപ്ലക്സ് പോലെയാണ്. നോക്ക്, ഇത് മൊത്തം ഫ്ലാറ്റ്സ് ആണ്. അയ്യോ, ഇതൊരു മാസീവ് എന്താ പറയുന്നത് ഒരു അപ്പാർട്ട്മെന്റ് റീജിയൻ ആണ്. ഇതൊരു ചെറിയ ഒരു മൈക്രോ സിറ്റി ആണെങ്കിൽ പറയാം. കാരണം ഇതിൻ്റെ വെളിയിൽ തന്നെ റെസ്റ്റോറൻറ്റ്സും സൂപ്പർ മാർക്കറ്റൊക്കെ ഞാൻ കണ്ടായിരുന്നു. എനിക്കൊന്ന് ഈ തായ്ലൻഡ് മലേഷ്യയിലൊക്കെ ഉണ്ട് കേട്ടോ ഇതുപോലെ ഹ്യൂജ് ഒരു കോംപ്ലക്സ് തന്നെ എല്ലാം കൂടെ ഉള്ളത്. സോ ഇത് സൗരവ്, ഇത് ആരതി, ബംഗാളി മലയാളി. പക്ഷേ ഇവരുടെ സ്പെഷ്യൽ നമ്മളായിട്ടുള്ള കണക്ഷൻ എന്താണെന്നറിയോ?
സെയിം അമ്പലത്തിലാണ് കല്യാണം കഴിച്ചത്. മമ്മിക്കുള്ള ഡൗട്ട് എന്താണ് ആരതി പട്ടുപാവാട ഇട്ടത്. ഓക്കെ, സെയിം അമ്പലത്തിലാണ് ഞങ്ങളുടെ കല്യാണം കഴിച്ചത്. എന്താ നമ്മുടെ വീട്ടില് ഇത് അത്യാവശ്യമാണ്. എന്താ ബില്ലുവിന് വേണ്ടിട്ട് ഇത് നമ്മുടെ ഫുഡ് ടൈം ടേബിൾ ആണ്. ഇവര് ഇത്ര എനിക്കത് രണ്ടുപേരും ടീച്ചേഴ്സ് ആയതുകൊണ്ടായിരിക്കും ഇത്ര ഓർഗനൈസ് കേട്ടാ. ഏത് ഇത് കണ്ടോ? സൺഡേ അവക്കാഡോ സ്മൂതി, മൺഡേ സ്വീറ്റ് പൊട്ടാറ്റോ, ട്യൂസ്ഡേ ഡംപ്ലിങ്സ്, വെനസ്ഡേ കൂടി പോയല്ലോ. 3 സാധനങ്ങൾ കഴിക്കോ വെനസ്ഡേ? ഇത് ഡിന്നർ, ഇത് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ ഇവിടെ ഇവിടെ എന്താ ഒന്നും ഇല്ലാത്ത? അത് ആയി ഫില്ല് ചെയ്യണം. ഞാൻ ആയിയോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ആയി പറയണത് ഇവിടെ പറഞ്ഞ ആന്റിയ കുക്ക് ചെയ്യാൻ പറഞ്ഞ. തേഴ്സ്ഡേ പോഹ, ഫ്രൈഡേ കോൺ. അല്ല അപ്പൊ ചേച്ചി ഇവിടെ വരുന്ന ചേച്ചി കുക്ക് ചെയ്യോ? ആ ഇതൊക്കെ കുക്ക് ചെയ്യോ? അപ്പൊ ഇത് നോക്കിയ കുക്ക് പോഹയൊക്കെ എങ്ങനെ പഠിച്ചു? അവര് ഇന്ത്യൻ ഫാമിലിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓ, അപ്പൊ ഇത് വാങ്ങേണ്ട ഇൻഗ്രീഡിയൻസോ? ഇത് ഞാൻ ഈ ആഴ്ച വാങ്ങണം, ഞാൻ മറന്നുപോയി വാങ്ങിക്കാതെ. നമ്മളൊക്കെ എങ്ങനെ ഓർഗനൈസ് ആണെങ്കിൽ ഇവിടെ എത്തിയാന്. അല്ല അപ്പൊ ഇതിലാണെങ്കിൽ ഞാൻ എന്ത് എഴുതുന്നറിയോ? മൺഡേ ദില്ലുവിന് ഓറഞ്ച്, ഇവിടെ സ്വീറ്റ് പൊട്ടാറ്റോ, ഇവിടെ വേറെ നോ ചിക്കൻ നോ ബീഫ്. അത് ഒരിക്കലും നടക്കില്ല അല്ലേ? അങ്ങനെ ആയിരിക്കും ടൈം ടേബിൾ. എന്താ പ്രശ്നം വെച്ചാ എനിക്ക് എല്ലാ ദിവസവും മീറ്റ് കഴിക്കാൻ ഇഷ്ടമല്ല. എനിക്ക് നമ്മുടെ സാമ്പാറൊക്കെ വേണം. സോരവിന് എന്തായാലും മീറ്റ് വേണം. അപ്പൊ രണ്ടും കൂടെ അവർക്ക് ഉണ്ടാക്കാൻ സമയമില്ല. അപ്പൊ ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയിട്ട് മാറ്റും. ഈ പ്രോൺസ് ആൻഡ് ബീൻസ് കറിയാ? നമ്മുടെ മെഴുക്കുവരട്ടില്ല, ചിങ്ങിയും പയറും. അതും പ്രോൺസ് ഇട്ട്. ഇത് നമുക്ക് ഒരെണ്ണം വാങ്ങണല്ലേ ഈ ബോർഡ്? നമുക്കത് ഒരാഴ്ച ട്രൈ ചെയ്ത് നോക്കാം നടക്കുമോ ഇല്ലയോ അത്. അതെ. മെയ്ഡിനും ആരതിക്കും ഹസ്ബൻഡിനും ഒരു ഗ്രൂപ്പ് ഉണ്ട് ഈ ചാറ്റില്. എന്നിട്ട് ആരതിക്ക് എന്താണോ വേണ്ടത് അതിന്റെ റീൽ അയച്ചു കൊടുക്കും. ആർക്ക് മെയ്ഡിനാ? ഇപ്പൊ കണ്ട ഇത് വേണം, ഇതെങ്ങനെ ഉണ്ടാക്കണേന്നുള്ള റീല് ആ ഗ്രൂപ്പിൽ ഇടും ഈ ചാറ്റില്. എന്നിട്ട് അതിന്റെ കൂടെ തന്നെ ഇൻസ്ട്രക്ഷനും ഉണ്ടാവും. ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. സ്ലൈസ് പൊട്ടാറ്റോ അതും അയച്ചു കൊടുക്കും. അപ്പൊ ആരതി ഇത് ഇംഗ്ലീഷിൽ അയച്ചു കൊടുക്കുമ്പോ അവിടെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യും. എന്നിട്ട് അവര് റിപ്ലൈ അയക്കുന്നതാ. അവര് ചൈനീസിൽ അയക്കുമ്പോ അത് നമുക്ക് ഇംഗ്ലീഷിലേക്ക് മാഡം ദ വെദർ റിസോർട്ട് ഇന്ന് ഇതൊന്നും കഴിക്കണ്ട, തണക്കുന്ന വല്ലതും കഴിക്കണം എന്നൊക്കെ ആയിരിക്കും. നമുക്ക് പാർവതിയായിട്ട് ഒരു ഗ്രൂപ്പ് തുടങ്ങിയാലോ? എന്നിട്ട് നമുക്ക് റീൽ അയച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ഇങ്ങനെ എസ് ബനാവോ എന്ന് പറഞ്ഞു. അല്ല, ലാസ്റ്റ് പാർവതിയുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കത്തുള്ളൂ. അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. നല്ലല്ലേ? ഇവരെ കുറെ ഇന്ത്യൻ ഫാമിലീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് അവർക്ക് അറിയാം. പക്ഷെ പോഹയൊക്കെ ഉണ്ടാക്കാൻ അറിയണമെങ്കിൽ ഇന്ത്യൻ ആയിരിക്കണം. ഡാഡി മമ്മി വരുന്നു. ഡാഡി മമ്മി വരുന്നുണ്ട് കേട്ടാ. ഏയ് ആരതി എന്താ ആരതിയുടെ വാർഡ്രോബ് കാണിച്ചു തരണം. എന്താ നോക്കട്ടെ. This is her one side. ഇത്ര ഉള്ളോ? No. Wardrobe is neat, but the size. This is her wardrobe. ഇത് ഇത് നല്ല നീറ്റാ. Then it's okay. ഇത് പ്രിയയുടെ അടുത്ത് കാണിച്ചപ്പോ ഇവരുടെ കാണണം. You haven't seen my wardrobe? Don't see. ആരതി ഇത് നോക്കുമ്പോ ഞാൻ പൂജിക്കണം കേട്ടാ. I know, this is nothing. അല്ല സൈസാണ്, ഇതൊന്നുമില്ല. I have a room. Listen to that. I have a whole room walking. ഇത് കാണിച്ചപ്പോ ഉണ്ടല്ലോ, ഈ അൽമാരി കാണിച്ചു വിചാരിച്ചു ഇത് ഭയങ്കര വലുത്, ആരതിക്ക് ഇത്രയും ഡ്രസ് ഉണ്ടെന്ന്. ഡാഡിയുടെ വാർഡ്രോബ് കാണിച്ചു കൊടുക്ക ഡാഡി. സൗരഭ് അത്രേ ഉള്ളൂ. സൗരഭ് he has a bigger wardrobe than this. Then it's fine. Then it's okay. He has more than 365 shirts. 365 shirts on different days. ആരതിയുടെ വിചാരം Walking like this. ആരതിയുടെ ഡാഡിക്ക് 72 വയസ്സേ ഉള്ളൂ. ഇത് വിശ്വസിക്കില്ല അല്ലേ? അല്ല 100 വയസ്സായ അച്ഛൻ വയസ്സായല്ലോ എന്നാ പറഞ്ഞപ്പോഴാണ് ഡാഡി പറഞ്ഞത്. ഞാൻ 80 ഡിസ്നി ലാൻഡിൽ 10 കിലോമീറ്റർ ഇന്നലെ നടന്നു വന്നോളൂ. ഞങ്ങള് ഇവിടെ നിന്ന് അവിടെ പോണെങ്കിൽ Yeah. ഞാനും നടക്കത്തില്ല. ഇവര് അച്ഛനും അമ്മ goes for walking every day. I could see he was walking like. ചപ്പാത്തി ഇവിടുത്തെ ആയ ഉണ്ടാക്കിയതെന്ന്. I
ഐ അല്ലാന്ന് മേഡ് ആന്റി വിചാരിച്ചു ചപ്പാത്തി ഉണ്ടാക്കിട്ട് ബാക്കിയുള്ള എല്ലാ കറി ആർജി ഉണ്ടാക്കിയാന്ന്. ആന്റി ഒന്ന് പറയൂ ചപ്പാത്തി നല്ലതെന്ന്. ഞാൻ എന്റെ ആയിക്ക് മെയ്ഡിന് അയച്ചു കൊടുക്കാൻ. അവർക്ക് ഭയങ്കര സന്തോഷം. പറ വീഡിയോ എടുക്കുക പറ. really good. It is very soft and I has done a good job. Next time when we come to China, we'll come here just for the chapati. Yeah. കണ്ട, he's a very huge chapati critic അറിയോ? കറക്റ്റ് അല്ലെങ്കിൽ കഴിക്കില്ല. അത് കേട്ടോ, ഇന്ത്യൻ ഫ്ലാഗ് റിപ്പബ്ലിക് ഡേക്ക് വരുന്നത് ചൈനയിൽ നിന്നാണ്. Can you believe ഇന്ത്യക്ക് എന്തൊരു നാണക്കേടാത്? നാണക്കേടൊന്നുമില്ല, എല്ലായിടത്തും ട്രേഡ് ഉണ്ടല്ലോ. ഇന്ത്യയിൽ ഒരാൾക്കും അറിയാൻ പാടില്ല. ഇതൊന്നും അറിയില്ല, എല്ലാരും വിചാരം നാട്ടിലുണ്ടാക്കുന്നതാന്നാ കൂടുതല്. പിന്നെ ഇവിടെ പവർ കട്ട് ഇല്ലാന്ന്. പവർ കട്ടല്ല, കറണ്ട് ഫ്ലിക്കർ പോലും ചെയ്യില്ലാന്ന്. 6 years ആയിട്ട് ഒരു തവണ പോലും കറണ്ട് പോയിട്ടില്ല. അതിന് ആലോചിക്കും, ഇത് സെൻട്രലൈസ് AC. ഹൗ മെനി ബെഡ്റൂംസ് ഇസ് ദിസ്? 3 bedroom. 3 bedroom വീട്. ഗ്യാസ്, വെള്ളം, ഇലക്ട്രിസിറ്റി എല്ലാം കൂടെ ആവറേജ് കോസ്റ്റ് കൂടിപ്പോയ 3000 രൂപയാവുന്നത്. സെൻട്രലൈസ് AC. When we don't stay here, like we go for holiday and all, we will pay. There is like say they charge Minimum something charge. little. Minimum charge is 50 rupees, 30 rupees. ബില്ല് Rupees. റുപ്പീസ് ഇവരുടെ കറൻസി അല്ല, ഇന്ത്യൻ മണി. അതാണ്. That also. ഒന്ന് ആലോചിച്ച് നോക്ക്, അതാണ് ഇവിടെ നമ്മൾ That also ഹോട്ടൽസ് that month they will not add. That month bill will not only come. വരില്ലാന്ന്. They will add on that 50 rupees. അത്രയും ചീപ്പാ. അതാണ് ഈ ഹോട്ടൽസ് ഒക്കെ നമ്മൾ റൂമിലോ ലൈറ്റ് മാത്രമല്ല, റൂംസ് ഒക്കെ ഇങ്ങനെ ഓൺ ചെയ്ത് ആരും AC ഒന്നും ഓഫ് ചെയ്യാറില്ലല്ലോ. പുറത്തിറങ്ങി എന്തോരം ലൈറ്റ്സ് സ്ട്രീറ്റിലാണ്. എല്ലായിടത്തും 24 hours പവർ സപ്ലൈ. Bus, if you take a bus, you have to pay 1 RMB, which is 10 rupees. You go from here to city. Around 20-25 kilometers. 1 10 rupees. Metro, how cheap it is. Bus AC, full AC. Only AC bus. 10 രൂപയാ. നമ്മുടെ അവിടെ എങ്ങനെയാ AC ബസ് കൂടി അല്ല. എത്ര വരും ചാർജ്? ഇത് കൂടുതലൊക്കെ വരും, 40, 50, 100 രൂപയൊക്കെ വരും. 25-30 കിലോമീറ്റർ ഇല്ലേ? From airport to we come here. It is 40 kilometers. They have a speed train. If we Maglev. Yeah. Maglev, there are 2-3 categories. One is very speed, high speed. One is medium. Now they have introduced non-stop. Okay. They will only stop in 2 stations in between, and they will drop you into airport to airport connect. Our home is like 5 minutes away from airport. Okay. ഇന്ത്യയിൽ ബാനി You spend only 250 rupees. For the maglev train. For the maglev train. Okay. Then you reach from that to here 45 kilometers within 20 minutes. Oof. That is the price that you pay. 250 rupees in a maglev train. കേരള में अलाउ नहीं करेगा. അല്ല, ബീഫ് കഴിക്കുന്നവരെ നമ്മൾ എന്തായാലും സമ്മതിക്കും, അതുകൊണ്ട് കുഴപ്പമില്ല. I will show marriage certificate. Not because of that. So there are some people who would not want to talk about China, right? Yeah. If you don't want to talk about China, it's okay. But before comparison, we need to come. No, I say the same things, but now people are understanding. We are showing the facts and saying no. We have to come. I clearly say that. You Other. believe when we put our first video, one subscriber. They're telling Chinese government paid me to say all this. Paid me. And you know what I replied? Yeah, all the countries are paying us for. We are so rich now. എന്തേ, രണ്ടുപേരും ഡാഡിക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളുണ്ട് അല്ലേ? ഒരാള് ബംഗാളിന്നും ഒരാള് കേരളത്തിന്നും. നല്ല മാച്ചാണ് രണ്ടുപേരോ? ഡാഡിക്ക് പറ്റിയ ആളാ സൗരവ് എനിക്ക് പറ്റിയുള്ള അല്ലേ? ഞങ്ങളെ ഇപ്പൊ അപ്പാർട്ട്മെന്റിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് സൗരവിനോട് പറഞ്ഞ ഇവിടെ ഒരു ഷോപ്പ് കാണിക്കാം. ആക്ച്വലി ദർ സോ മച്ച് ഓഫ് ഇൻട്രസ്റ്റിംഗ് തിങ്സ് ടു ഷോ, ലൈക്ക് സംതിങ് വിച്ച് ഇസ് നോട്ട് യൂസ്ഡ് ടു ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. ലൈക്ക് ഹോസ്പിറ്റൽസിൽ ഇതുപോലെ റോബോട്ട്സ് ആണ് നമ്മളെ മരുന്ന് കൊണ്ടുവരുന്നത്, അതൊക്കെ വ്ളോഗ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതൊന്നും കാണിക്കാനുള്ള ടൈം നമുക്കില്ല. നമ്മൾ സ്ഥലങ്ങളാണ് കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു ഷോപ്പ് കാണിക്കുന്നത് എന്തായാലും പറയാം. വീട്ടിൻ്റെ അടുത്ത് രാത്രി 11-12 മണിയായി, പക്ഷേ ഷോപ്പ് കാലിയാണ്. 24 hour ഷോപ്പാന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷേ ഷോപ്പ് കാലിയാണ്. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് പോകുന്നതെന്ന് അറിയോ? നോക്കിക്കോ. നോണ് ചേർന്നോ? ഇവിടെ ആരും ഇല്ല, ഇവിടെ ഒന്നും ഷോപ്പിലൊന്നും ആരുമില്ല. പക്ഷെ ഇവിടെ ഒരു QR കോഡ് ഉണ്ട്. So you just open the Alipay, like just this, open Alipay
Alipay തുറക്കുക. Scan Okay. this. Nothing. Just scan. It is already open. Oh, wow. So it's like a normal store, but Normal no one is there. No one is there. Nothing. Okay. You pick anything, whatever you want. Cigarettes you want, okay. Alcohol also. Everything. Oh, Alcohol, I'll show you. There's a whole boundary Okay. of alcohol. Drinks, oh. ice cream, Okay. charger, emergency if you need anything. So it's like a normal convenience store, like our 7-Eleven. Like 7-Eleven. Okay. So how I will pay this is, I have to go to that machine over there. Okay, this machine. This is a checkout machine. Yes, just check out this machine. Okay. And what I will do. But this will open, right? No, it is locked. I have to Ah. just click Oh, on you- that, it will open. Okay. So no one steals from here. Nothing. Everything is 24/7 Ah, monitored. okay. Hold on. This. 将商品扫码地址 Done. 扫描 Okay. So there will be a QR code. Okay. I just do this. There will be the Scan money it. coming in, 10 RMB, Okay. which is 120 12 rupees. 120. 120 rupees. Yeah. So I just do this, show my face, job done. Oh, 消费 Payment done. Now I can go home. that's it. That's it. So this entire thing lasted only that too because you're vlogging. Yes. 3 minutes 30 seconds. That is the Oh. maximum that you do. You just need to open it. This is the modern China, la. The China which no one talks about. No one talks. Oh, amazing. And automatically the door gets Closed. locked. You try open it, you cannot. Oh, It's all locked. അടിപൊളി. See, ഇതാണ് ചൈന കണ്ട 24 hours കൺവീനിയൻസ്. ഇറ്റ്സ് ലൈക്ക് അൺബിലീവബിൾ. ഇവിടെ വന്നാലേ ഈ രാജ്യത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാവുള്ളൂ. ദ വേ ദേ ആർ പ്രോഗ്രസ്ഡ് ഫ്രം നത്തിങ്. ഐ തിങ്ക് സോ 1992 നമ്മുടെ രാജ്യത്തെങ്ങാട് പിന്നോക്കായിരുന്നു ഇവർ സാമ്പത്തികമായിട്ട്. ജസ്റ്റ് ലുക്ക് അറ്റ് ദെയർ വേർ ദേ ആർ നൗ. ഇന്ന് 3 times more. ഒരു ഇക്കോണമി 3 times more എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആലോചിച്ച് നോക്ക്. ഐ തിങ്ക് സോ ഇറ്റ്സ് 3 times more. ഐ എം നോട്ട് ഷുവർ. പക്ഷേ ഇറ്റ് ഈസ് വേറെ ലെവൽ സ്കെയിലാണ്. ഈ ബബിൾ ടീ ചൈനയിലെ എല്ലാ സ്ഥലത്തും കിട്ടും. ഓ, ഇനി ഡാഡിക്കും പ്രിയക്കൊക്കെ ബബിൾ ടീ കിട്ടി. ആ, പോണം ബബിൾ ടീ തപ്പി. എല്ലായിടത്തും ഉണ്ട് bubble tea. എന്തായാലും ആ ചാങ്കി ഫ്ലോപ്പ് ചെയ്ത് ആർത്തി കാരണമാണ് കേട്ടാ. എന്നോട് ആർത്തി എന്നോട് ചാങ്കി പോയി എന്ത് കുടിച്ചാലും സൂപ്പർ ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ല, എൻ്റെ കയ്യില് screenshot ഉണ്ട് കേട്ടോ. അവിടുത്തെ ട്രെൻഡിങ് ഡ്രിങ്ക് ആയിരുന്നു അത്. ബാ പോവാം. ഡാഡിക്ക് ജാക്കറ്റും കൂടെ എടുത്തോ. വേദു ബാ പോവാം. നാളെ പോണം. അവർക്ക് നാളെ ഹോളിഡേയാ. നാളെ ഹോളിഡേ ടാക്സി 2 ടാക്സി ബുക്ക്. നാളെ സൺഡേ ഡാഡി. നാളെ സൺഡേ ആണല്ലേ. അപ്പൊ ഇത് സാറ്റർഡേ സൺഡേ നാളെ ആകുമ്പോ 1 വീക്ക് ആവും. അത്രേ ആയുള്ളൂ. അപ്പോഴേക്കും ഡാഡിക്ക് ചോറും മറ്റേതൊന്നും ചായയൊക്കെ കുടിച്ചിട്ട് 1 മാസമായതുമല്ലേ സംസാരിക്കുന്നത്. ചോറ് കഴിക്കില്ല ഇനി. ചോറ് കഴിച്ചിട്ടേ ഇത് കൂടി ഷുഗറോ പ്രഷർ കൂടുവോ? കഴിച്ചിട്ടൊന്നുമല്ല, ചോറ് കഴിച്ചിട്ട് പിക്കിളാണ് പ്രശ്നം. ആ, ചോറ് പിക്കിളില്ലാതെ അങ്ങനെ ഞാൻ കഴിക്കും. ഡാഡിക്ക് പച്ചക്കറിയും പറ്റില്ല, പിക്കിളും പറ്റില്ല. അവര് തന്നെ ഇതുണ്ടല്ലോ വെജ് ഫ്രൈഡ് റൈസ് വളരെ നല്ലതാണ്. അപ്പൊ അത് കഴിക്ക്. ആരതിനെ കുറിച്ച് ഇവിടെ നല്ലൊരു കമന്റ് പറഞ്ഞേട്ടോ സൗരവ്. മമ്മി അവിടെ പോയി ദുർഗാദേവി ഇല്ലേന്ന് ചോദിച്ചപ്പോ വീട്ടിലുണ്ടെന്ന്. പിന്നെ എന്ത് വേണമെന്ന്. 10 കൈയും 10 തലയും. ദുർഗാദേവി കൽക്കട്ടയിലെ മെയിൻ ദേവിയാണ്. ആ, പിന്നെ ദുർഗാപൂജ അവിടെ ഏറ്റവും ഗ്രാൻഡ്. എല്ലാ വെള്ളിയാഴ്ചയും ദുർഗാ ടെമ്പിളിൽ പോകുമായിരുന്നു. ഹിയർ ഓൾസോ യു ഹാവ് ദുർഗാ പൂജ, നോ? All Bengali community has. Every year we have. Shanghai. We make the priest fly from Kolkata Oh. to here. We sponsor him everything. Okay. He's around. To do Because the we have puja. business people To Durga Puja, especially for him to come and do puja and then go. ഓ, ഗ്രേറ്റ്. അപ്പൊ ബാക്ക് ടു ദ ഹോട്ടൽ. ആദ്യത്തെ അവിടെ നിന്ന് വേഗം ഇറങ്ങി. ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. സോ സ്കാരി ആക്ച്വലി. എന്തായാലും ഞാൻ ഏറ്റവും കൂടുതലിക്കുന്ന ഒരു ട്രിപ്പിന് മുമ്പ് ഒരു സബ്സ്ക്രൈബറിനെ ശല്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആർത്തിനെയാണ്. ബിക്കോസ് കുറേ സജഷൻസ് ചോദിച്ചു. എനിക്ക് വേണ്ടി കുറേ കാര്യങ്ങളെ ഓർഡർ ചെയ്യിപ്പിച്ചു ഇവിടുത്തെ ഒരു ആമസോൺ പോലത്തെ സൈറ്റിൽ നിന്നൊക്കെ. സോ ഫുൾ ഗൈഡൻസ് ആർത്തിയുടെ ആയിരുന്നു ഈ മൊത്തം ട്രിപ്പിൽ. എന്തായാലും വി ആർ ഹാപ്പി ടു മീറ്റ് ഹർ ആൻഡ് സൗരഭ്. വി ഹാഡ് എ ഗ്രേറ്റ് ടൈം. സോ ഇനിയുള്ള വ്ളോഗ്സ് ഒക്കെ ഓരോ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുന്നൊക്കെ ആർത്തിയുടെ സജഷൻസിലൊക്കെ ആയിരിക്കും. സോ ഫ്ലോപ്പായ ആർത്തിനെ പറഞ്ഞാൽ മതി. സോ എന്തായാലും വി ഹാഡ് എ ഗ്രേറ്റ് ടൈം. നാളെ നമ്മൾ ഇവിടുന്ന് ഒരു അടിപൊളി സ്ഥലത്തേക്ക് പോവാണ്. ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റേക്കേഷൻ പ്ലസ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വില്ലേജ്. സോ അതൊക്കെ ആയിട്ട് നാളെ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ.